ഏട്ടാ പറഞ്ഞോളൂ മുറപ്പെണ്ണേ. ആണുങ്ങളെല്ലാവരും പോയി അച്ഛനെ ഒന്ന് റെഡിയാക്ക്. നമുക്കെല്ലാവർക്കും കൂടി അമ്മയെ പോയി റെഡിയാക്കിട്ട് വരാം. ശരി റാണി, കൽപ്പന പോലെ. നിങ്ങൾ ചെല്ലേട്ടാ. അല്ല, നിങ്ങളും കൂടി ചെല്ല്. അല്ല, ഫോട്ടോഗ്രാഫറിനെ കൂടി വിളിക്കായിരുന്നു അല്ലേ? അല്ലെങ്കിൽ അത് കുഴപ്പമില്ല. അളിയൻ എന്തായാലും പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഏട്ടാ വാ. വാ. എന്നെ ഫോട്ടോഗ്രാഫർ ആക്കിയല്ലേ? അവൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത് മുതല് വല്ലാതെ ഓവറാവുന്നുണ്ട്. അച്ഛാ അമ്മയെന്നൊക്കെ പറഞ്ഞ് ആളാവുന്നുണ്ട് അവള്. അതും പറഞ്ഞു അവരുടെ വിവാഹ വാർഷികം വന്നതുപോലെയാ എൻജോയ് ചെയ്യുന്നത്. ഹവർ നിഹാരിക എന്തോ മത്സരത്തിൽ നിന്ന് വല്ലാണ്ട് പുറകിലേക്ക് പോയിട്ടുണ്ട്. അവന് ഈ റേഞ്ച് കളിച്ചു തുടങ്ങിയ നിഹാരികയ്ക്ക് തോൽക്കാനല്ലാതെ വേറെ വഴി ഉണ്ടാവില്ല. വല്ലാത്ത വശപ്പിശകുള്ള ഒരു ചിരിയാണല്ലോ. പക്ക ഇതാ. അപ്പോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ടെന്നർത്ഥം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ഷോക്കിംഗ് ന്യൂസ് പറഞ്ഞുതരാം. ഒന്ന് വേഗം പറ. അബദ്ധത്തിൽ പോലും ആവനിയുടെ അടുത്തത് ലീക്കാവരുത്. ആരോടും പറയില്ല. നീ കാര്യം എന്താ പറ. ഈ ഫംഗ്ഷന് അമ്മയുടെയും അച്ഛന്റെയും ഒപ്പം ആവനിയുടെ ആരാധകനായ എന്റെ വിക്കി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആണോ? എന്തിനാ വരുന്നേ? വന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാന്നല്ലാതെ എന്ത് ചെയ്യാനാ? വികാസേ വെറും കൈയോടെയല്ല ഇങ്ങോട്ട് വരുന്നേ. ആഹാ, ദുബായിന്ന് അടിക്കാൻ വേണ്ടി ഒരു ഫുള്ളും ആയിട്ടാണോ വരുന്നേ? വായടയ്ക്കാവോ? എൻഗേജ്മെന്റിനുള്ള റിങ്സും ആയിട്ടാ വരുന്നത്. എൻഗേജ്മെന്റ് റിങ്ങോ? എന്തിന്? ഇന്ന് ആവനിയുടെയും വികാസിന്റെയും എൻഗേജ്മെന്റ് നടക്കാൻ പോവാണ്. ഇത് സത്യമാണോ? ഈ കാര്യം അവിടെ എന്റെ പാരന്റ്സിനും ഇവിടെ നമ്മുടെ പാരന്റ്സിനും അറിയാം. ഇപ്പോഴാ നിങ്ങൾ അറിഞ്ഞത്. അവന് സമ്മതിച്ചില്ലെങ്കിൽ? സമ്മതിച്ചാലല്ലേ പറ്റൂ. എന്തെങ്കിലും വലിയ കാരണങ്ങൾ പറഞ്ഞാ? വികാസ് നല്ലവനാണെന്ന് അവള് സർട്ടിഫിക്കറ്റ് കൊടുത്തതല്ലേ. രക്ഷപ്പെടാൻ ഇനി പഴുതുകളൊന്നുമില്ല. വെരി ഗുഡ്. അച്ഛനെ കൊണ്ടും അമ്മയെ കൊണ്ടും ഈ സീക്രട്ട് എൻഗേജ്മെന്റിന് ബ്രില്യന്റ് ആയിട്ട് സമ്മതിപ്പിച്ചല്ലോ. നിഹാരിക എന്ന സുമ്മാവാ. അതെ വലിയേട്ടോ, ചേച്ചി, അളിയോ, വലിയച്ചി, അനിയത്തി, എല്ലാവരും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. വാ 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 വാ. അങ്ങനെ കിടന്ന് അലറി വിളിക്കല്ലേ പെണ്ണേ. ബാക്കിയുള്ളവന്റെ ചങ്ക് പടപടാന്ന് പറഞ്ഞ് ഇടിക്കുവാ. പോയില്ലെങ്കിൽ റെയിൽവേ അനൗൺസ്മെന്റ് പോലെ വിളിച്ചോണ്ടേയിരിക്കും. വേഗം പോയി നോക്ക്. ഇപ്പോഴെന്തായാലും മോം ആൻഡ് ഡാഡ് ഞാൻ പ്രയോഗിക്കാൻ പോകുന്ന ആയുധമായിട്ട് അവിടുന്ന് പുറപ്പെട്ട് കാണും. വികാസ് ഒന്ന് വേഗം വാടാ, സമയമാവുന്നു. ഈ ഡ്രസ് കൊള്ളാലോ അല്ലേ? നീ ഇനിയിപ്പോ ഏത് ഡ്രസ് ഇട്ടാലും അടിപൊളിയല്ലേ അളിയാ. താങ്ക്സ് ഫോർ യുവർ കോംപ്ലിമെന്റ് അളിയാ. നോക്കു വികാസ്, നിഹാരിക ഒരുപാട് കഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അവിടെ നിശ്ചയത്തിന്റെ സെറ്റപ്പ് ഒന്നും ചിലപ്പോ ഇല്ലായിരിക്കും, പക്ഷെ സിറ്റുവേഷൻ അതാണ്. അതുകൊണ്ട് അവിടെ നീ വളരെ ശ്രദ്ധിച്ച് പെരുമാറണം. നീ എന്തെങ്കിലും അരുതാത്തത് ചെയ്താ എല്ലാം അതോടുകൂടി തീരുമാനമായി കിട്ടും. ഓവർ ആക്ടിംഗ് ആണെങ്കിലും നാച്ചുറൽ ആക്ടിംഗ് ആണെങ്കിലും അത് നിങ്ങൾ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല ചേച്ചി. സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ സ്കോർ ചെയ്തോളാം. നിങ്ങളും നിഹാരികയും അളിയനും എൻ്റെ എൻഗേജ്മെന്റ് വരേക്കും വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എത്ര ജാഗ്രത കാണിക്കുമെന്ന് നിങ്ങൾക്കറിയില്ലേ? നമുക്കിറങ്ങിയാലോ? ഒരു മിനിറ്റ് ചേച്ചി. എന്താടാ? എന്താടാ?
നിന്റെ എക്സ്പ്രഷന്റെ ശരിക്കുള്ള അവസ്ഥ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടെന്ന് പോലും അറിയില്ല. വേഗം പറ. ഗൗതമി, എന്താ ചേട്ടാ? വികാസ് നമ്മുടെ ആശീർവാദം വാങ്ങാൻ വേണ്ടി കാലി വീണതുപോലെ നമ്മൾ സ്വപ്നം കണ്ടതോ മറ്റോ ആണോ? അതിപ്പോ എനിക്ക് മനസ്സിലായിട്ടില്ല ചേട്ടാ. എന്നെ അനുഗ്രഹിക്കണം. നിങ്ങൾ എൻ്റെ ചേച്ചിയാളിയനുമല്ല, ഞാൻ കൺകണ്ട ദൈവങ്ങളാ, എൻ്റെ രക്ഷിതാക്കളാ. എന്നെ ആശീർവദിക്കണം. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കുമാറാകട്ടെ. എനിക്ക് മോനെ. അതെ അച്ഛാ, ഒരു കാര്യം ചോദിക്കട്ടെ? അതിപ്പോ വേണ്ടെന്ന് പറഞ്ഞാൽ നീ മിണ്ടാതിരിക്കോ? ചോദിച്ചോ. ഇപ്പോഴേ നിങ്ങളെ കാണാൻ ഇത്രയ്ക്ക് ലുക്കുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് എന്തായിരിക്കും? അല്ല, നിങ്ങളുടെ പുറകിൽ ഒരുപാട് ലേഡീസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകുമായിരിക്കുമല്ലോ. അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നടാ. അമ്മയോട് ഞങ്ങള് ഇതിന്റെ സീക്രട്ട് ഒന്നും പറയില്ലെന്നേ. ഒന്നും പറ. സത്യമായിട്ടും ഇല്ലടാ. ശരി, അമ്മയെ ആദ്യമായിട്ട് അച്ഛൻ കണ്ടപ്പോ എന്ത് ഫീലിങ്സാ തോന്നിയേ? അപ്പൊ എനിക്ക് തോന്നിയത് എന്താണെന്നോ, നിങ്ങളത് പറയാതെ വിടുന്ന പ്രശ്നമില്ല. അന്നത്തെ മധുരമുള്ള ഓർമ്മകള് അമ്മ ഞങ്ങളായിട്ട് പങ്കുവച്ചേ പറ്റൂ. അയ്യോ, ആ കാര്യങ്ങളൊക്കെ വിടാവനി. വിടുന്ന പ്രശ്നമേ ഇല്ല. അമ്മയ്ക്ക് നാണം തോന്നിയാലും പ്രശ്നമില്ല. ഞങ്ങളോട് പറഞ്ഞേ പറ്റൂ. ശരി ശരി, പറഞ്ഞു തരാം. അന്നൊക്കെ പെൺകുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പുറത്തു വരാൻ തന്നെ പേടിയുള്ള കാല. അങ്ങനത്തെ സമയത്ത് ജാതകം എന്ന് പറയുന്നത് എനിക്കൊരു വരം പോലെ കിട്ടിയതുകൊണ്ട് ഇത്രയും നല്ല കുടുംബത്തിലെ മരുമകളാവാനായി. ഭാര്യ കയറി വന്ന ആണിന്റെ ജീവിതം മാറുമെന്ന് കേട്ടിട്ടില്ലേ? വേദവതി എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴേ എന്റെ ജീവിതം പാടെ മാറിപ്പോയി. നിങ്ങളെല്ലാവരും ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണും, പ്രസാദ് റാവുവിന്റെ ഭാര്യ വേദവതി എന്ന് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ വേദവതിയുടെ ഭർത്താവ് പ്രസാദ് റാവു എന്ന അധികവും കേൾക്കാറ്. ഭർത്താവിനേക്കാൾ വലിയ പേര് ഭാര്യയ്ക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മരുമകളായി, ഭാര്യയായി, ഒരടയാളമായി അവൾ മാറിയത് എങ്ങനെയാണെന്നോ, ഭർത്താവിനെ അത്രയധികം കണ്ട് സ്നേഹിച്ചതുകൊണ്ട്. ഭാര്യയായ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് ഒരു കാര്യം മാത്ര, നെറ്റിയിൽ തൊട്ട സിന്ദൂരം ഒരുപാട് കാലം മായാതെ തന്നെ നിൽക്കണമെന്നുള്ളത്. സ്ത്രീകള് താലിയെ അത്ര കണ്ട് ബഹുമാനിക്കുന്നവരാ, സംരക്ഷിക്കുന്നവരാ. മറ്റൊരു പെണ്ണ് അവളുടെ ഭർത്താവിനെ ആഗ്രഹിച്ച, അവളുടെ കുടുംബജീവിതം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച അവള് സഹിക്കില്ല. നമ്മൾ ഒരാളുടെ കഴുത്തില് ഒരു താലി കെട്ടിക്കൊടുത്താൽ പിന്നെ ആ പെൺകുട്ടിയെ മരണം വരെ കൈവിടാൻ പാടില്ല. മരണം കൊണ്ടല്ലാതെ അവര് വേർപെടാനും പാടില്ല. ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറഞ്ഞാൽ അതാ. പുരുഷൻ എപ്പോഴും അയാളുടെ ഭാര്യയുടെ കണ്ണില് ആനന്ദബാഷ്പം മാത്രമേ കാണാവൂ. അവളുടെ കണ്ണ് നിറയ്ക്കാൻ പാടില്ല. എന്താണെന്നോ, കണ്ണീരിന് വലിയ ഭാരമൊന്നും കാണില്ല, പക്ഷേ അതിലുള്ള വിഷമത്തില് വലിയ ഭാരം തോന്നും അവർക്ക്. ഭാര്യ ഭർത്തൃബന്ധത്തില് പ്രധാനമായിട്ടും വേണ്ടത് എന്താണെന്നറിയോ? വിശ്വാസം. വിശ്വാസം ഉള്ളിടത്ത് ബന്ധങ്ങൾ ശക്തമായിട്ട് നിലനിൽക്കും. താലി കെട്ടിയ ശേഷം ഭർത്താവും അദ്ദേഹം താലി കെട്ടിയ അയാളുടെ ഭാര്യയും എപ്പോഴും പരസ്പരം നീതി പുലർത്തണം മോളെ.
എന്ത് പറ്റി മോളെ? എന്റെ വലങ്കണ്ണ് തുടിക്കുന്നു. പെൺകുട്ടികളുടെ വലത് കണ്ണ് തുടിക്കുന്നത് എന്തോ അപകടത്തിന്റെ സൂചനയല്ലേ അമ്മേ? അവനിക്കെന്നും നല്ലത് മാത്രമേ നടക്കൂ, ഒരു ദോഷവും വരില്ല. എന്നാ പിന്നെ കുഴപ്പമില്ല. അരുതാത്തതെന്തെങ്കിലും സംഭവിക്കുമോന്ന ഇപ്പൊ എന്റെ സംശയം. വലങ്കണ്ണ് തുടിക്കുന്ന എല്ലാ സന്ദർഭത്തിലും എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടേണ്ടി വരാറുണ്ട്. എന്ത് പരീക്ഷണവും കാത്തിരിക്കുന്നത്. എന്താടാ നിന്റെ എക്സ്പ്രഷന്റെ ശരിക്കുള്ള അവസ്ഥ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. വേഗം പറ. ഗൗതമി, എന്താ ചേട്ടാ? വികാസ് നമ്മുടെ ആശീർവാദം വാങ്ങാൻ വേണ്ടി കാലിൽ വീണതുപോലെ സ്വപ്നം കാണുകയാണോ? അതിപ്പോ എനിക്ക് മനസ്സിലായിട്ടില്ല ചേട്ടാ. എന്നെ അനുഗ്രഹിക്കണം. നിങ്ങൾ എൻ്റെ ചേച്ചി അളിയനുമല്ല, എൻ്റെ കൺകണ്ട ദൈവങ്ങളാ, എൻ്റെ രക്ഷിതാക്കളാ. എന്നെ ആശീർവദിക്കണം. എത്രയും വേഗം കല്യാണം മംഗളമായി നടക്കട്ടെ. എനിക്ക് എനിക്ക് അളിയ, അളിയനത്തെ കരയാണോ? ഗൗതമി, പുറത്ത് മഴ പെയ്യാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? എപ്പോഴും ഞങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്നവനാ നീ. ഇപ്പൊ എന്തിനാ ഇങ്ങനെ കണ്ണു നിറച്ച് നിൽക്കുന്നേ? എൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളെ ഞാൻ അറിയാതെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ചേച്ചി. അച്ഛനും അമ്മയൊക്കെ പോയ ശേഷം ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നതുകൊണ്ട് എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാനൊരു സാഡിസ്റ്റായി മാറി. എന്നെ സഹിക്കുന്നതിന് നിങ്ങളുടെ പേരിൽ ഒരു അമ്പലം പണിഞ്ഞാലും കുറഞ്ഞു പോകും. നിന്നെ ഈ മാറ്റം കാണുമ്പോ ശരിക്കും ഞങ്ങൾക്ക് നല്ല അത്ഭുതം തോന്നുന്നുണ്ട്. ഉണ്ടോ? ഇതുപോലെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളെ നിങ്ങൾ വിശ്വസിക്കരുത്. ഇപ്പോൾ ഞാൻ കാണിച്ച ഭാവത്തിനെ കരുണരസം എന്ന് പറയും. ഇത്രയൊക്കെ അഭിനയിച്ചാൽ മതിയാവില്ലേ? കമൽ സാർ, മമ്മൂക്ക, ലാലേട്ടൻ, ചീരു സാർ, സൂപ്പർ സ്റ്റാർ എല്ലാവരെയും മിക്സ് ചെയ്ത് അത്ഭുതപ്പെടുത്തിക്കോളാം. യു ഡോണ്ട് വറി ചേച്ചി. എടാ, ചെറുപ്പം മുതൽ ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നിന്നെ പോലൊരു നടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. താങ്ക്സ് ചേച്ചി. നീ കാലിലേക്ക് വീണപ്പോ കാലുവാരി നിലത്തെങ്ങാനും അടിക്കുമെന്ന് പേടിച്ചതാ. ഈ അഭിനയമൊക്കെ അവിടെ പോയി കാണിക്ക്. ഇപ്പൊ ഇറങ്ങ. വാ നടക്കാം. ചേച്ചി, ഇനി എന്തുവാടാ? ഇത്രയും കാലം ഞാൻ ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. റിങ് ഇടാൻ പോകുന്ന അവനിക്ക് നല്ലൊരു സാരി ഗിഫ്റ്റായിട്ട് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ ഇറങ്ങിക്കോളൂ, ഞാനൊരു ഹാഫ് ആൻ അവറിനടുത്തു. ഉടനെ അത് വേണോ? നിഹാരിക വഴക്കു പറയും. പെട്ടെന്ന് തന്നെ വന്നോളാം. നിങ്ങളോട് ഞാൻ പോകാൻ പറഞ്ഞില്ലേ? പോവാനാ പറഞ്ഞേ. പോവാൻ. വേഗം വരണേ. നടക്ക്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായ ഇതാരെങ്കിലും ഒരാളുടെ ജീവനെടുത്തേ അടങ്ങൂ. മമ്മിയും ഡാഡിയും ആ സാഡിസ്റ്റ് വിക്കിയും കൂട്ടി ഇതുവരെ എത്തിയില്ലല്ലോ ഈശ്വര. അച്ഛനും അമ്മയും മാല എടുത്തിട്ട് കേക്ക് കട്ട് ചെയ്ത ഉടനെ ആവനിയുടെ തലയിൽ ഒരു ഇടുത്തി വീണ പോലെ എൻഗേജ്മെന്റിന്റെ കാര്യം റിവീൽ ചെയ്യണം.
അയ്യോ അവരെത്തിയല്ലോ. ഈ നിഹാരിക്ക് ഇവിടെ നിൽക്കുന്ന എന്തിനാ? അവൾക്ക് എന്തോ ടെൻഷനുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. ലേറ്റായോടാ? അത്രയ്ക്കൊന്നും ലേറ്റ് ആയില്ല. പക്ഷേ വിക്കി എവിടെ? അവനെ കൂട്ടാതെ നിങ്ങൾ വന്നത് എന്തിനാ? ഇവിടെ വരേണ്ടതോ ആവശ്യമുള്ളതോ ഒക്കെ വിക്കിക്കല്ലേ. പിറകിലെങ്ങാനും വരുന്നുണ്ടോ? ഞങ്ങളുടെ കൂടെ ഇറങ്ങിയതാ. അവസാന നിമിഷം അവിടെ നിന്നു. കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് സൗകര്യം തരാറില്ലല്ലോ. മോതിരി മാറണ്ടേ? എന്താ അവിടെ നിന്നേ? അവനിക്കൊരു സാരി വാങ്ങിയിട്ട് വരാം, നിങ്ങൾ മുന്നേ പൊയ്ക്കോളാൻ ഞങ്ങളോട് പറഞ്ഞു. ആ സാഡിസ്റ്റിന് ഇങ്ങനത്തെ സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ ഒപ്പം വരുന്നതായിരുന്നു നല്ലത്. ഞങ്ങൾ പറഞ്ഞാൽ ഉടനെ അനുസരിക്കുന്ന സ്വഭാവമാണല്ലോ അവന്റെ. പക്ഷേ ഇന്ന് ആവണിക്ക് വേണ്ടി ഉറപ്പായിട്ട് അവൻ വന്നിരിക്കും. ഇന്ന് എങ്ങനെയെങ്കിലും ആവിനെ കൊണ്ട് അവനൊരു റിങ് ഇടിപ്പിച്ചിട്ട് കല്യാണ കാര്യങ്ങൾ തുടങ്ങാൻ നോക്കണം. അകത്തേക്ക് പോവാൻ വാ. കേട്ട് കാണുമോ? അങ്ങനെയാ തോന്നുന്നത്. അപ്പൊ എല്ലാം കുളമായെന്ന് ഉറപ്പ്. പ്രത്യേകം പറയണോ? നിങ്ങൾ ഇത്തരക്കാരാണെന്ന് കരുതിയില്ല. ഇങ്ങനെ നിങ്ങൾ എന്നോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങണ്ടേ അമ്മായി? അച്ഛനെ അമ്മേനെയൊക്കെ ഒരുക്കാനും അവരുടെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരാനും നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ശരി ശരി ശരി, എപ്പോഴെങ്കിലും എത്തിയല്ലോ, അകത്തേക്ക് വാ. എന്താ എന്താ അങ്ങനെ നോക്കുന്നേ? അകത്തേക്ക് വരൂ. ഞങ്ങൾ വന്നേക്കാം മോളെ. മോള് ചെല്ല്. ഓ, സംസാരിച്ചു തീർക്കേണ്ട സീക്രട്സ് എന്തെങ്കിലും ഉണ്ടോ? ശരി 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 ശരി, പെട്ടെന്ന് സംസാരിച്ചിട്ട് വേഗം വരൂ കേട്ടോ. ഭഗവാനെ, ഹാർട്ട് അറ്റാക്ക് വന്നിപ്പ ചത്തേനെ. ഈ അമ്മാവെന്നൊക്കെ എന്താ ഒരു വിളി? ഈ വീട്ടിലെ അനന്തരവളാണെന്ന് എല്ലാവരും അറിഞ്ഞെന്ന് പറഞ്ഞില്ലേ? പേപ്പർ ഇടുന്നവനെയും പാലിടുന്നവനെയും വരെ ബന്ധപ്പേര് പറഞ്ഞാ വിളിക്കുന്നെ. ഇത്രയും കാലം കുണുങ്ങി കുണുങ്ങി നിന്നതാ, ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട്. ഈ ഗെയിം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വികാസുമായിട്ടുള്ള കല്യാണം കഴിയുമ്പോ എല്ലാ ഗെയിമും അവൻ കളിപ്പിച്ചോളും. ആ സാഡിസ്റ്റ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടാവോ എന്തോ. ഇന്നത്തെ ദിവസം എന്തായാലും ഗംഭീരമാണ്. എന്താ ഉണ്ടാവാൻ പോന്നെ നോക്കാം. ഈ ഫോട്ടോ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ആവണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന. അവനല്ല ഇവൻ, ഇവനാണ് അവൻ. അടിച്ചു മോനെ, ഇവനോട് ആ രഹസ്യം പറഞ്ഞ് ഇവന്റെ അടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് വാങ്ങിച്ചെടുക്കണം. അവണി, നിന്റെ സൗന്ദര്യത്തിന് ചേരുന്ന സാരിയും കൊണ്ടാ ഞാൻ വരുന്നേ. അടിപൊളിയായിട്ടുണ്ട്. കിട്ടിയ ഉടനെ നീ സാരി എടുക്കണം, എന്നിട്ട് ഉടനെ റിംഗ് എക്സ്ചേഞ്ച് നടത്തണം. ഹലോ ബ്രദറെ, എന്നെ ഓർമ്മയുണ്ടാ? പെൺകുട്ടികളെ അല്ലാതെ ആരെയും ഞാൻ ഓർത്തു വെക്കാറില്ല. അതെന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് താൻ അറിയുന്ന എന്തിനാ? ഞാൻ ഓർത്തു വെക്കാറില്ല, ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിലും നിന്നെയൊക്കെ ഞാൻ ഓർത്തു വെക്കേണ്ട കാര്യം എന്താ? ഞാനും നിന്നെ പോലെ ഒരാളാ ബ്രദർ. എനിക്ക് ആര് കാരണമാണോ ലാഭം ഉണ്ടാവുന്നേ, അവരെ മാത്രമേ ഞാൻ ഓർത്തു വയ്ക്കൂ. എന്താ ഇത്? പൈസ കണ്ടാലറിയില്ലേ? എന്തിന്? മുമ്പേതെങ്കിലും സിഗ്നലിൽ വെച്ച് ഞാൻ എന്തെങ്കിലും തിന്നു കാണും, അതുകൊണ്ടാവും എന്നെ ഇത്ര ഓർമ്മ. എന്റെ അടുത്തുനിന്ന് നീ ഇതിൽ കൂടുതൽ എന്ത് എക്സ്പെക്ട് ചെയ്യാനാ? വെച്ചോ. ലക്ഷ്മി ദേവിയെ ഞാൻ വേണ്ടാന്ന് വെക്കില്ല.
ലാഭം. നോക്കിയ ബ്രദറെ, നിങ്ങൾ കരുതിയതുപോലെ ഞാൻ ബെഗറൊന്നുമല്ല. നിന്നോടൊരു വലിയ രഹസ്യം പറയാൻ വേണ്ടി വന്നതാ. എന്തത്? കുറച്ച് കാശെടുത്ത് വീശ്. എനിക്ക് എടുത്ത ശീലം കൊടുത്ത ശീലമില്ല. 100 രൂപ അഡ്വാൻസ് തന്നില്ലേ? അത് അഡ്വാൻസ് അല്ല, നീ ഭിക്ഷയായിട്ട് തന്നാവും. പക്ഷേ ഞാനത് അഡ്വാൻസ് ആയിട്ടാ സ്വീകരിച്ചത്. എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. വെറുതെ ശല്യം ചെയ്യാതെ തന്നെ വിട്ടേക്ക്. അവനുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യമാണെങ്കിൽ തരില്ലേ? അവനുമായിട്ട് ബന്ധപ്പെട്ടതോ? അക്ഷരം പ്രതി അവനുമായിട്ട് ബന്ധപ്പെട്ടതാ. അവനെ കുറിച്ച് എന്താ അറിയാ? പെട്ടെന്ന് പറ. അവനിയോടപ്പോ വല്ലാത്തൊരു ക്രേസ് ഉണ്ടല്ലേ? അവളെ കെട്ടാൻ പോകുന്നവനല്ലേ? ഓൾറെഡി കല്യാണം കഴിഞ്ഞ ഒരുത്തിയെ വീണ്ടും എങ്ങനെ നീ കെട്ടാൻ പോന്നെ? ഇതിപ്പോ എന്തിനാ? തോന്നിവാസം പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയും ഞാൻ. ഇന്ന് എന്റെയും അവളുടെയും എൻഗേജ്മെന്റാ. അങ്ങോട്ട് അവൾക്കുള്ള സാരി വരെ വാങ്ങിയിട്ടാ ഞാൻ പോകുന്നേ. സത്യമായിട്ടും കഴിഞ്ഞതാ ബ്രദറെ. ഇനി സത്യം അറിയണമെന്നുണ്ടെങ്കിൽ അവനുടെ കഴുത്തില് താലി ഉണ്ടോ ഇല്ലയോ നോക്കിയാ മതി. കല്യാണം കഴിഞ്ഞോന്ന് ചോദിച്ചു കഴിഞ്ഞാ അവൾ ഒരിക്കലും പറയില്ല. പല തക്കിട തരികിടയും കാണിച്ചവള് കാര്യം മാറ്റിക്കളയും. നീ തന്നെ പോയി അവളുടെ കഴുത്തില് താലി ഉണ്ടോ ഇല്ലയോ നോക്ക്. ഞാൻ അവളുടെ സ്വന്തം അളിയനാ, ഞാൻ കള്ളം പറയില്ല. സത്യമാണോ ഇതൊക്കെ? അവനിയുടെ ഭർത്താവാരാ? അതൊക്കെ ഇപ്പൊ പറയേണ്ട ആവശ്യമുണ്ടോ? നീയൊന്ന് അവിടം വരെ പോയാ പോരെ. എല്ലാരും നിൽക്കുമ്പോ കഴുത്തിലെ താലി ഒന്ന് കാണിക്കാൻ പറഞ്ഞാ മതി. അപ്പൊ മനസ്സിലാവില്ലേ? ഇതിപ്പോ വലിയ സംശയമല്ലോ. സംശയം വേണ്ട, സത്യം. അപ്പൊ എന്നെ വഞ്ചിക്കായിരുന്നോ?